ഹലോ, ഒരടിപൊളി ഉണക്കമീൻ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഉണക്കമുള്ളനാണ് എടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കുറിച്ചിന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായി വൃത്തിയാക്കിയെടുത്ത മുള്ളൻ നമുക്ക് ചൂടായ എണ്ണയിലിട്ട് രണ്ട് സൈഡ് നന്നായി ഒന്ന് മൊരിച്ചെടുക്കണേ. നല്ല ക്രിസ്പി ആയിട്ട് മൊരിയണതാണ് കേട്ടോ. ഇത് ചമ്മന്തി അരയ്ക്കുമ്പോൾ കൂടുതൽ സ്വാദായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് വശവും നല്ല പോലെ നമുക്ക് മൊരിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം സാധാരണ എൻ്റെ വീട്ടിലൊക്കെ അമ്മ മുള്ളൻ്റെ തല മാത്രം എടുത്തിട്ടാണ് കേട്ടോ ചമ്മന്തി അരയ്ക്കാറ്. എനിക്ക് മുള്ളൻ്റെ കുറച്ച് ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് ചമ്മന്തി അരയ്ക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അതിന് ഞാൻ നല്ല അടിപൊളി എരിവുള്ള കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതെനിക്ക് അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ. ഒരു കഷ്ണം പുളിയും ചേർത്ത് നമുക്ക് നന്നായി ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ച് മാറ്റിയെടുക്കാം കേട്ടോ. മുള്ളനിൽ പാകത്തിന് ഉപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമ്മുടെ അടിപൊളി കിടിലൻ ഉണക്കമീൻ ചമ്മന്തി നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.